പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിനന്ദ വർഗീസ്മാർ തിരുമേനി, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറ MLA-യുമായ ശ്രീ കെ ബാബു അവരെ കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ MR രാജേഷ് അവറുകൾ, ഈ വാർഡിരിക്കുന്ന ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ സിജു KK, ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഇലിയാസ് അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് കെ ഇലിയാസ് അച്ഛൻ, മുൻനിരായ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രതികൂല കാലാവസ്ഥയിൽ വളരെ സ്നേഹപൂർവ്വം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ 25ാമത് ചരമ വാർഷിക ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നവാഭിഷിക്തനായ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പിൻഗാമിയുമായ പരിശുദ്ധ മാറാൻമാർ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയ കാതോലിക്ക ബാബ തിരുമനസിനെ സ്വീകരിച്ച് അനുമോദിക്കുന്ന ചടങ്ങുമാണ് ഇന്നേ ദിവസം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സ്ഥാപനത്തെ അടുത്ത് അറിയുന്നവരും ഈ സ്ഥാപനവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നവരുമാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ. ലോകത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയും നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ദീർഘമായി സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പരിമല മാർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡൽഹി മെത്രാസനത്തിന്റെ
പ്രഥമ മെത്രാപ്പോലീത്തായും വിശ്വ പൗരൻ എന്ന ഖ്യാതി കേട്ട മഹാപണ്ഡിതനും ഗുരുശ്രേഷ്ഠനും അധ്യാപകനുമെല്ലാമായ ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ചരമ രജത ജൂബിലിയാണ് ഈ വർഷം വിവിധ സ്ഥലങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരുമലമാർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉത്ഭവം 1963 പോലിനോസി കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ ഫെയ്ത്ത് കോട്ടേജും ഹോപ്പ് കോട്ടേജും എന്ന 2 ചെറിയ ഭവനങ്ങളിലായി 25 കുഞ്ഞുങ്ങളുമായി ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഈ തലക്കോട് എന്ന് പറയുന്ന കുഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ അടിസ്ഥാനമിട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പദ്ധതികളുടെയും മൂലക്കല്ലായിരുന്നു എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1963 ആരംഭിച്ച ഈ ബോയ്സ് ഹോം 1976 ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും 1979 ഇതിന്റെ ഒരു സമുച്ചയം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു. 200ഓളം കുട്ടികൾ നിർധനരും നിരാലംബരുമായ ഈ കേരള സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളായ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള നിരവധി കുഞ്ഞുങ്ങൾ ഇവിടെ താമസിക്കുകയും പഠിക്കുകയും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ മേഖലകളിൽ അത്യുന്നത രംഗങ്ങളിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതും 5.5 പതിറ്റാണ്ടിനപ്പുറം പാരമ്പര്യമുള്ള ഈ സ്ഥാപനം ഇന്നും അതിൻ്റെ ശോഭ കെടാതെ നിലനിന്നു പോകുന്നു എന്നുള്ളതും ആ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്ന് പറയുന്നതിൽ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ഈ കുഞ്ഞുങ്ങളോടൊരുമിച്ച് ആ അഭിമന്യ തിരുമേനി ലോകം ആദരിക്കുന്ന ആഗോള പണ്ഡിതന്മാരുടെ നിരകളിൽ ഗണനീയ സ്ഥാനമുള്ള ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രാഗൽഭ്യവും പ്രാവീണ്യവുമുള്ള ആ പുണ്യപ്പെട്ട പിതാവ് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഇവിടെ താമസിക്കുകയും അവർക്ക് മധുരപലഹാരങ്ങൾ കൊണ്ടുവന്നു കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോടുകൂടെ സമയം പങ്കിടുകയും ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെയും വിശാലമായ ദർശനത്തിന്റെയും നിദർശനമായി മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പുണ്യപ്പെട്ട പിതാവിന്റെ ചരമരജത ജൂബിലിയാണ് ഇന്ന് ഈ തലക്കോടിന്റെ മണ്ണിൽ പരുമലമാർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രത്യേകമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകമായി 4 സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് തലക്കോട് ബോയ്സ് ഹോം, സെന്റ് മേരീസ് ബോയ്സ് ഹോമാണ്. അതിനെ തുടർന്ന് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1979 അഭിനന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെയും ബഹുമാനപ്പെട്ട ഓസി കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ അച്ഛന്റെയും ബഹുമാനപ്പെട്ട ജോസഫ് വെണ്ട്രപ്പള്ളി അച്ഛന്റെയും ബഹുമാനപ്പെട്ട ഡോക്ടർ ടി.പി. ഏലിയാസ് അച്ഛന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രദേശത്ത് ഈ പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി ആളുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ വന്ന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അഭ്യസിക്കുകയും സ്വദേശത്തും വിദേശത്തുമായി നിരവധി തൊഴിൽ സംരംഭങ്ങളിൽ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുകയും ഇന്നും ഈ പ്രസ്ഥാനവുമായി സ്നേഹോഷ്മളമായ ഒരു പങ്കാളിത്തവും സഹകരണവും ബന്ധവും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തനത്തിന്റെയും നീതിബോധവും അതിന്റെ സുതാര്യതയുമാണ് വെളിവാക്കുന്നത്. അതിനുശേഷം ഇവിടെ
വൃദ്ധരായ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സംപ്രീതി ഭവനം ആരംഭിക്കപ്പെട്ടു. ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും മക്കൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം. മക്കൾക്ക് തൊഴിലിന് പോയില്ല എങ്കിൽ അവർക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. തൊഴിലിന് പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ മാതാപിതാക്കളെ പരിചരിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ആ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ കരുതിക്കൊണ്ട് ഇവിടെ സംപ്രീതി ഭവൻ എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചു. വീണ്ടും 2017 ആയപ്പോൾ ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാ വിപത്താണ് വൃക്ക തകരാറിലാവുന്ന ആളുകൾ. ഡയാലിസിസ് എന്ന് പറയുന്ന ആ ചികിത്സാ സമ്പ്രദായം ആവശ്യമുള്ള നിരവധി ആളുകൾ ഇന്ന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇടത്തരക്കാരും സമ്പന്നരും എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും അവരുടെ സമ്പത്ത് ശോഷിച്ചു പോകുന്ന, അവരുടെ സാമ്പത്തിക അടിത്തറ തകർന്നു പോകുന്ന ഒരു മാരകമായിട്ടുള്ള രോഗത്തിന് അടിമകളായിരിക്കുന്ന ആളുകളെ, തികച്ചും പാവപ്പെട്ട രോഗികളെ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന അഭിനന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ സ്മാരകമായി പണികഴിപ്പിച്ചിട്ടുള്ള ഗ്രിഗോറിയൻ ഡയാലിസിസ് സെന്റർ വരിക്കോലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനം ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയുവാനായിട്ട് ഏറെ സന്തോഷമുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സ്ഥാനാരോഹണത്തിന് ശേഷം ആദ്യമായി ഈ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും പരിശുദ്ധ ബാവ തിരുമേനിയോടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു കുലമതിയാണ് പരിശുദ്ധ ബാവ തിരുമേനി എന്ന് ഈ പ്രദേശത്തുള്ള ആർക്കും സംശയമുണ്ടായിരിക്കുകയില്ല. 1991 കണ്ടനാട് മെത്രാസനത്തിന്റെ ചുമതലയേറ്റ സന്ദർഭം മുതൽ ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെടുകയും പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകുകയും ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധ പിതാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ പ്രദേശത്ത് ജാതി മത വർണ്ണവർഗ വിഭാഗിക ചിന്താഗതിക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു വലിയ ജനസമൂഹത്തെ അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദമായി മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള നിസ്തർക്കം പറയുവാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ്. പരിശുദ്ധ പിതാവ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കുവാനുള്ള ധാരാളം ആളുകൾ വിശദീകരിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ പിതാവ് ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം അഭിനന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ അരുമശിഷ്യന്മാരാണ് ഈ ഇരിക്കുന്ന രണ്ട് പിതാക്കന്മാരും. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ ചരമ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ കടന്നു വന്ന് പരിശുദ്ധ പിതാവിനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം എല്ലാ ഭക്തി ആദരങ്ങളോടുകൂടിയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. 1996 ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഈ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മഹാപുരോഹിതനാണ് അഭിനന്ദനായ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തെളിയിച്ച ആ തിരി കെടാതെ അണയാതെ കാത്തു പരിപാലിച്ചുകൊണ്ട് സുധീരമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് അഭിനന്ദ പിതാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏവർക്കും ഊർജം പകരുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തടയിടുവാനും അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നിരോധിക്കുവാനുമുള്ള നീക്കങ്ങളൊക്കെ നടന്നപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിർത്തിപ്പോകണമെന്ന് പലരും ഉപദേശം നടത്തിയപ്പോഴും ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് കൂടി കഴിഞ്ഞപ്പോൾ അഭിനന്ദ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത തിരുമനസ് കൊണ്ട് പറഞ്ഞു, എന്ത് തടസ്സങ്ങളുണ്ടായാലും എന്ത് വെല്ലുവിളികളുണ്ടായാലും ഈ സ്ഥാപനം നിർത്തുന്ന തരത്തിലുള്ള യാതൊരു തീരുമാനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാൻ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ പ്രസ്ഥാനം ഇന്നും മുടക്കം കൂടാതെ നടന്നു വരുന്നു എന്നുള്ളത്
ആ പുണ്യപ്പെട്ട പിതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് എന്ന് പറയുവാൻ ഏറെ സന്തോഷമുണ്ട്. പരമനമാർ ഗ്രിഗോറിയസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമാരാധന അധ്യക്ഷൻ മുംബൈ ഉദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത അഭിമന്യ ഗ്രിഗോറിയസ് മാർ കൊറിയസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ വളരെ ആദരപൂർവ്വം ഭക്തി ആദരങ്ങളോടെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി അഭിമന്യ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിനെ അനുമോദിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് ഭയങ്കര സഭയുടെ അഭിമാനവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി സർ അവറുകൾ കൊണ്ടാണ്. അദ്ദേഹം ഇവിടെ വരണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഡോക്ടർമാർ വളരെ കർശനമായ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് അല്പം സമയം കിട്ടിക്കഴിഞ്ഞാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും അദ്ദേഹത്തിന്റെ സ്വദേശമായി പുതുപ്പള്ളിയിലെത്താത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ ഇന്നത്തെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കേരള സമൂഹത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ നമ്മൾ ബോധ്യപ്പെടുത്തുവാൻ പ്രത്യേകമായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ സ്വദേശം തൃപ്പൂണിത്തുറയാണെന്ന് നമുക്കറിയാം. ആ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറയുടെ MLA-യുമായ ശ്രീ കെ ബാബു അവറുകൾ കൊണ്ട് ഈ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിന്റെ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഒരു സുഹൃത്താണ്. നിരവധി പ്രാവശ്യം നിരവധി ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ പല പ്രാവശ്യം ഇവിടെ എത്തിച്ചേരുകയും ഇതിനെല്ലാ പിന്തുണകളും സഹായങ്ങളും എല്ലാം വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട കെ ബാബു അവറുകൾ. അദ്ദേഹം ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. മുൻമന്ത്രിയും തൃപ്പൂണിത്തുറ MLA-യുമായ ബഹുമാനപ്പെട്ട കെ ബാബു അവറുകൾ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ആശംസകൾ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ MR രാജേഷ് അവറുകളാണ്. വളരെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഒരു പഞ്ചായത്താണ് ചോറ്റാനിക്കര പഞ്ചായത്ത്. ഈ പഞ്ചായത്തിന്റെ സർവോന്മുഖമായ വികസനത്തിലും വികസന കാഴ്ചപ്പാടുകളിലും തന്റേതായിട്ടുള്ള അതുല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടെ തന്നെ ITC-യിൽ ആരംഭിച്ച ഒരു LED യൂണിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ കഴിഞ്ഞ ദിവസം എത്തിച്ചേരുകയും എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പിന്തുണകളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ MR രാജേഷിനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ സിജു KK അദ്ദേഹവും വളരെ ചുരുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും നേതൃത്വവുമെല്ലാം ഈ പഞ്ചായത്തിനും ഈ പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിലും ഒക്കെ ഏറെ പ്രയോജനപ്രദമാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഏലിയാസ് അച്ഛൻ ഇന്ന് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഏലിയാസ് അച്ഛനാണ്. 1976-കളിലും അതിനു മുമ്പുമെല്ലാം ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വൈദികനായിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ സെക്രട്ടറിയായും അദ്ദേഹത്തിന്റെ സഹായിയുമായും എല്ലാം പ്രവർത്തിക്കുകയും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപനകാലം മുതൽ ഇതിന്റെ മുഖ്യ കാര്യദർശിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഏലിയാസ് അച്ഛനെ വളരെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡയറക്ടർ ആൻഡ് കറസ്പോണ്ടന്റ് ആയിരിക്കുന്ന തോമസ് കെ ഏലിയാസ് അച്ഛന് വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ ഈ ട്രസ്റ്റിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെയും വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വന്യരായ വൈദിക ശ്രേഷ്ഠർ നിരവധി വൈദിക ശ്രേഷ്ഠർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നുണ്ട്. എല്ലാ വന്യരായ വൈദിക ശ്രേഷ്ഠരെയും ഒറ്റവാക്കിൽ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഇവിടെ പ്രത്യേകമായ സ്കോളർഷിപ്പ് സ്വീകരിക്കുവാൻ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ
പ്രത്യേകമായിട്ട് അവരുടെ മാതാപിതാക്കൾ, വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഒറ്റവാക്കി വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ബാബാതിരുമേനി, ശ്രീ കെ ബാബു MLA, ശ്രീ ചാണ്ടി ഉമ്മൻ, വൈദിക ശ്രേഷ്ഠരെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ജനപ്രതിനിധികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ ബാബാതിരുമേനി ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഈ മുളന്തുരുത്തി പ്രദേശത്ത് നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ്. അത് ക്രമീകരിക്കുവാനായിട്ട് ഈ കുഞ്ഞുങ്ങളടക്കം ഈ സ്ഥാപനത്തിന് ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും വളരെ സന്തോഷത്തോടെ ഹൃദയംഗമായിട്ട് പരിശുദ്ധ ബാബാതിരുമേനിയെ ഭക്തി ആദരവോടുകൂടെ ഇവിടേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യും. പരിശുദ്ധ ബാബാതിരുമേനി മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആഗോളതലത്തിൽ പല സമ്മേളനങ്ങളും വളരെ വിപുലമായിട്ടുള്ള സന്നാഹങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഉന്നതരായിട്ടുള്ള പലരും അതുപോലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും പരിശുദ്ധ പിതാവിനെ കുറിച്ച് സംസാരിക്കുകയും ഈ നാടിൻ്റെ പ്രത്യേകമായിട്ടുള്ള വികാരങ്ങൾ കൈമാറുകയും ആദരവ് അർപ്പിക്കുകയും ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു ചെറിയ സമ്മേളനമാണ്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതുവരെ നടന്ന സമ്മേളനങ്ങളെക്കാൾ കൂടുതൽ ആവേശത്തോടെ പരിശുദ്ധ ബാബാതിരുമേനി ഏറ്റുവാങ്ങുന്ന ഒരു സ്വീകരണ ചടങ്ങായിരിക്കും. കാരണം പ്രതീക്ഷ പോലെ 10-16 പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായിട്ട് നടത്തുന്നു. എല്ലാ ദിവസവും 1200 കൂടുതൽ ആളുകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നു. പിന്നെ വളരെ വിപുലമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്ന ഒരു വ്യക്തി കടന്നു വന്ന് അതുപോലെ ഞങ്ങളുടെ ഗുരുവും പിതാവുമായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രധാന ചുമതലയിൽ ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ച, തീർച്ചയായിട്ടും വലിയ പ്രിയപ്പെട്ട അച്ഛൻ ആരംഭിച്ചതാണ്. അതുകൊണ്ട് പരാമർശിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനെ വളരെ വിപുലമായ ഒരു സന്നാഹം, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ദിവസവും എന്ന പോലെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പരിപാടികളിലും കടന്നു വന്ന് പുതിയ പ്രോജക്റ്റുകൾ രൂപപ്പെടുത്തി ആളുകൾക്ക്, പ്രത്യേകിച്ചും വേദനിക്കുന്നവർക്ക്, ദുഃഖിക്കുന്നവർക്ക്, നിരാശപ്പെടുന്നവർക്ക്, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് പ്രയോജനമുള്ള പല ശുശ്രൂഷകളും നിർവഹിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വേദിയിൽ ഇതുപോലൊരു സ്വീകരണം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് വ്യക്തിപരമായിട്ട് പരിശുദ്ധ ബാബാതിരുമേനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒന്നാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. പരിശുദ്ധ ബാബാതിരുമേനി ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് റഷ്യയിലേക്കും കഴിഞ്ഞ് ഇറ്റലിയിലേക്കും റോമിലേക്കുമൊക്കെ ഉപരിപഠനത്തിന് പോയത്. ഗുരുവും ശിഷ്യനും ഒരുപോലെ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും അനുഭവത്തിൽ വലിയേറ്റം സൃഷ്ടിക്കുകയും ചെയ്ത മുഹൂർത്തങ്ങളായിരുന്നു എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യം. കഴിഞ്ഞ് വലിയ സെമിനാറിലെ അധ്യാപകനായിട്ട് വന്ന് വർഷങ്ങളോളം, ഏകദേശം 34 വർഷത്തോളം അവിടുത്തെ തിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ സജീവമായിട്ട് നേതൃത്വം നൽകി വിശിഷ്ടമായിട്ടുള്ള സേവനമനുഷ്ഠിക്കുകയും ചെയ്തു വരുന്ന അവസരത്തിലാണ് ഈ ഉന്നത സ്ഥാനത്തേക്ക് വിളിച്ചേർക്കുന്നത്. അവിടെ ആ പരിശുദ്ധ പിതാവുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ചും ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും റഷ്യൻ ഓർത്തഡോക്സ് സഭയും, റഷ്യൻ ഓർത്തഡോക്സ് സഭ മാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യൻ പീസ് കോൺഫറൻസ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ അംഗീകാരം നേടിയ ഒരു ക്രൈസ്തവ സംഘടനയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഇടയായ അവസരങ്ങളൊക്കെ അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ച ഒരു പിതാവാണ്. അതുകൊണ്ട് പരിശുദ്ധ ബാബാതിരുമേനിക്ക് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിരന്തരമായിട്ട് അയവിറക്കുവാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാട്. ഈ അവസരത്തിൽ ദീർഘമായിട്ട് ഞാൻ ആ പരിശുദ്ധ പിതാവിനെ കുറിച്ച് പരാമർശിക്കുന്നതിന് പരിശുദ്ധ പിതാവിൻ്റെ വാക്ക് തന്നെ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം.
ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഈ ദേശത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് പല വർഷങ്ങൾ, പല ദശാബ്ദങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് വളരെ സുപ്രധാനമായ ചുമതലകൾ ഏറ്റ് വളരെ തനിമയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിച്ചു. ഒരു ഡസനിലേറെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കൽപ്പുള്ളയാണ്. ആഗോളതലത്തിൽ ഒരു വേദശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അംഗീകാരം നേടിയ ഒരു വ്യക്തി, ഒരു വലിയ ഫിലോസഫർ എന്നുള്ള നിലയിൽ ഭാരതത്തിന് വിശിഷ്ടമായിട്ടുള്ള സംഭാവനകൾ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ട് ലോകത്തിന് വിശിഷ്ടമായിട്ടുള്ള സംഭാവനകൾ നൽകിയ വ്യക്തി. ഞാൻ എപ്പോഴും ഓർക്കുന്നു, വിവേകാനന്ദ സ്വാമികൾ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ച് ആഗോള മതസമ്മേളനം നടത്തിയാണ് അതിൻ്റെ 100ാം വാർഷികം നടത്തുമ്പോൾ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പക്ഷപാതം പിടിച്ച് യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഒരു വശം മുഴുവനും ക്ഷീണിതനായി, നടക്കുവാനും പ്രയാസമുണ്ടായി, വളരെ പ്രയാസത്തിൽ കഴിഞ്ഞ ഒരു അവസരമാണ്. എന്നാൽ അദ്ദേഹം ആ സമയത്ത് നിശ്ചയദാർഢ്യത്തോടുകൂടി വളരെ യാതനകളും വേദനകളും അനുഭവിച്ച് അമേരിക്കയിൽ പോയി ആ സമ്മേളനത്തിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സംഭാഷണം, വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സന്ദേശം കൈമാറി മടങ്ങി വന്നു. ബോംബെയിൽ വന്നപ്പോഴത്തേക്കിന് വളരെ ക്ഷീണിതനായിരുന്നു, വളരെ അവശതയിലായിരുന്നു. വളരെ പെട്ടെന്ന് അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. പല ബുദ്ധിമുട്ടുകളും സഹിച്ചെങ്കിലും പിന്നീടും അദ്ദേഹം സജീവനായിട്ട് പ്രവർത്തിച്ച കാര്യമാണ്. 1983 അഖിലലോക സഭാ കൗൺസിലിൻ്റെ വാൻകൂവർ അസംബ്ലി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ മൂർച്ചയുള്ളതായിരുന്നു. പ്രത്യേകിച്ച് വേദശാസ്ത്രപരമായ തലങ്ങളിൽ വൈകൃതങ്ങൾ കണ്ടാൽ അത് വിവരക്കേടാണ് എന്ന് തുറന്നു പറയുന്ന ഒരു ഭാഷയുടെ ഉടമസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. യൂറോപ്യൻ ലോബി പരിപൂർണമായിട്ട് അദ്ദേഹത്തെ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് പദ്ധതിയിട്ട ഒരവസരത്തിലാണ് ഞാനും ഭാഗ്യവശാൽ ആ സമ്മേളനത്തിന് പോകാനായിട്ടിടയാണ്. സമ്മേളനം തുറക്കുന്നതിന് മുമ്പ് ഈ വാർത്തയാണ് ഉന്നതപ്പെട്ട പലരും ആയിട്ട് ബന്ധപ്പെടാനിടയായതുകൊണ്ട് അത്ഭുതമെന്ന് പറയട്ടെ, വലിച്ചെറിയപ്പെടുവാൻ സാധ്യതയുള്ള ഒരാൾ അഖിലലോക സഭാ കൗൺസിലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയ്ക്കും നിർണായകമായിട്ടുള്ള നേതൃത്വം വഹിക്കാനായിട്ട് അവസരമുണ്ടായി. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെ പ്രതിനിധാനം ചെയ്ത് ആദ്യത്തെ WCCയുടെ പ്രസിഡന്റായിട്ട് അവരോധിക്കപ്പെട്ട അതിമനോഹരമായിട്ടുള്ള രംഗമാണ് നേരിട്ട് കാണാനായിട്ട് ഭാഗ്യമുണ്ടായത്. എൻ്റെ നേരിട്ട് പറയുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സമർപ്പണം, അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ആഗോളതലത്തിൽ വളരെ വിപുലമായിരുന്നു. ഞാൻ ഓരോന്നും പറയാൻ പോയാൽ വളരെ അധികം സമയം പോകും. കോട്ടയം വലിയ സെമിനാരിൽ ഞാൻ 1ാം വർഷം 2ാം സെമസ്റ്റർ തുടങ്ങുന്ന അവസരത്തിലാണ് ഡോക്ടർ പോൾ വർഗീസ് അച്ഛനെ കാണാനിടയായി. ഞങ്ങൾ ഉച്ച നമസ്കാരം നടത്തുമ്പോൾ പെട്ടെന്ന് അന്നത്തെ വൈസ് പ്രിൻസിപ്പലായിരുന്ന MB ജോർജ് അച്ഛൻ ഓടിപ്പോകുന്നതാണ് നമസ്കാരം കഴിഞ്ഞ്. ഞങ്ങൾ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആലിംഗനം ചെയ്ത് പുതിയ പ്രിൻസിപ്പലിനെ MB ജോർജ് അച്ഛൻ സ്വാഗതം ചെയ്യുന്ന രംഗമാകുന്നത്. അന്ന് മുതൽ 96-ൽ അദ്ദേഹം ദിവംഗതനായി ഖബറിലേക്ക് മാറ്റപ്പെട്ട അവസരം വരെ പലതലങ്ങളിൽ ബന്ധപ്പെടാനായിട്ട് സാധിച്ചു. വളരെ അനുഗ്രഹമായിട്ടുള്ള പല ശുശ്രൂഷകളും വളരെ വിശിഷ്ടമായിട്ടുള്ള നേതൃത്വവും ലോകത്തിൻ്റെ പല ഭാഗത്ത് വെച്ച് അദ്ദേഹം സജീവമായി പങ്കെടുത്ത വളരെ നിർണായകമായിട്ടുള്ള സമ്മേളനങ്ങൾ, അത് തിയോളജിയോ ഫിലോസഫിയോ മാത്രമല്ല, ആഗോള പ്രശ്നങ്ങൾ, യാത്രകളും വേഗങ്ങളും അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇടതുപക്ഷ ചിന്താഗതിയുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള സംഭാവനകളാണ്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് മാനവികതയുടെ പ്രവാചകനായിട്ട് നിറഞ്ഞു നിന്ന് ശോഭിച്ച ഒരു പിതാവാണ്. ഈ മണ്ണിൽ അദ്ദേഹത്തെ അധികം പേർക്ക് അറിയാൻ പാടില്ല. അതിലൊരു മാറ്റം വരുത്തുവാൻ ഈ ജൂബിലി ആഘോഷം മുഖാന്തരമായി തീരട്ടെ, അതിൻ്റെ വാതിൽ തുറക്കട്ടെ. പരിശുദ്ധ ബാവാതിരുമേനെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടി മുഖാന്തരം ഈ നാടിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും പ്രയോജനകരമായിട്ടുള്ള അനുഗ്രഹകരമായിട്ടുള്ള പല ശുശ്രൂഷകളും നിർവഹിക്കാൻ പോവുകയാണ്. അതിന് ആരംഭം കുറിച്ചു ഇന്ന് തന്നെ അതിന് ചെറിയ ചടങ്ങുകളൊക്കെ കാണും. അതുകൊണ്ട് ഈ നാടിന് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ 2-3 പഞ്ചായത്തുകൾ വളരെ സജീവമായിട്ട്
പ്രയോജനകരമായിട്ടുള്ള ഒരു തലത്തിലേക്ക്, വളരെ വിശിഷ്ടമായിട്ടുള്ള തലത്തിലേക്ക്, വളരെ മാതൃകാപരമായ തലത്തിലേക്ക് നീങ്ങുവാനായിട്ട് ഭാഗ്യം കിട്ടുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭാവന ഈ പ്രസ്ഥാനത്തിന്, ഈ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവും എന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ സമ്മേളനം ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ശ്രീ ബാബു MLA മുൻ മന്ത്രിയാണ്. അദ്ദേഹം ഇവിടുത്തെ വിശിഷ്ടമായിട്ടുള്ള പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചതിൽ ആനന്ദമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഈ നാട്ടിൽ എന്നെപ്പോലുള്ള ഒരാൾ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നതിലുള്ള ഈ കുഞ്ഞുങ്ങളുടെ അടക്കമുള്ള ഹൃദയങ്ങളുടെ വികാരവും സന്തോഷവും നന്ദിയും സ്നേഹപൂർവ്വം കൈമാറുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ സ്ഥാപനമായിട്ട് നിർണായകമായിട്ടുള്ള ബന്ധമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തൊഴിൽ കണ്ടെത്തുന്നതിനും പ്രത്യേകിച്ചും വിദേശത്തൊക്കെ പോയി നല്ല നിലയിൽ ഉയരുന്നതിനും സാധ്യമായ ഒരു ITCക്ക് രൂപം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെ സമീപിച്ചു. അദ്ദേഹം അന്നത്തെ മന്ത്രി ശ്രീ രാഘവനെ ആ കാര്യം ഉണർത്തിച്ചു. വളരെ അനുഗ്രഹകരമായിട്ട് അന്ന് അനുവാദം കിട്ടിയ സ്ഥാപനമാണ് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ച് അനുഗ്രഹകരമായി നീങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അത് സാധിക്കാതെ പോയ അവസരത്തിൽ സ്വന്തം മകനെ അതിലേക്ക് വിട്ട് ശ്രീ ചാണ്ടി ഉമ്മൻ നമ്മുടെ കൂടെ ഈ സമയം ചെലവഴിക്കുന്നതും ഹൃദ്യവും സന്തോഷകരമാണ്. പുതിയ കാലഘട്ടത്തിൽ വളരെ നിർണായകമായിട്ട് ഇന്ത്യൻ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ തലത്തിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള സംഭാവനകൾ നൽകുവാൻ കെൽപ്പുള്ള ഒരു ചെറുപ്പക്കാരനെ സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ സന്തതി ഈ വേദിയിൽ ലഭിച്ചത് ഏറ്റവും സന്തോഷകരമായ ഒന്നാണ്. ആ കുടുംബത്തോടും പ്രത്യേകിച്ചും ശ്രീ ചാണ്ടി ഉമ്മനോടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ശ്രീ ഉമ്മൻ ചാണ്ടിയോടുള്ള വിധേയത്വം ഈ സമൂഹത്തിൻ്റെ പേരിൽ വളരെ വിനയപൂർവ്വം പറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ പ്രതിനിധികൾ പലരുമാണ്. ഓരോരുത്തരെ കുറിച്ച് പറയാൻ സമയം പോരാ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനതുകൊണ്ട് പരാമർശിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട, അഥവാ ഈ നാടിൻ്റെ പഞ്ചായത്തിൻ്റെയും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളുടെയും ക്രമീകരണത്തിൽ ഈ സ്ഥാപനം എങ്ങനെ അതുമായിട്ട് താതാത്മ്യപ്പെടാനൊപ്പം അങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള അവസരങ്ങളെല്ലാം അവരുടെ നേതൃത്വവും സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും വേർതിരിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഈ പ്രതികൂല സാഹചര്യത്തിലും അനുഗ്രഹകരമായി നിങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഈ സമ്മേളനത്തെ ധന്യതപ്പെടുത്തുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനങ്ങളുടെ പുതിയ കാലഘട്ടത്തിൻ്റെ ഉണർവേറിയ ഒരു ചലനമായും പുതിയ ആരംഭം കുറിക്കുന്ന സന്ദർഭമായും തിരുവാന്തക്കവണ്ണം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പാവത്തിരുമയുടെ മറ്റ് ഉന്നതരുടെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ കാതുകൂർപ്പിച്ചിരിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തി പരിശുദ്ധ പാവത്തിരുമയോടുള്ള ആദരവ് അർപ്പിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Shudhya
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത, ഈ സമ്മേളനത്തിലെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ കെ ബാബു MLA, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ MR രാജേഷ്, ചോറ്റാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട CK ഷിജു, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഏറ്റവും ആദരണീയനായിരിക്കുന്ന ഡോക്ടർ TP ഏലിയാസ് അച്ഛൻ, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ബിജു ഏലിയാസ് അച്ഛൻ, ചാരിറ്റി പ്രോജക്റ്റുകളുടെ പ്രഖ്യാപനം നടത്തുന്ന ബഹുമാനപ്പെട്ട ബിജു ഏലിയാസ് അച്ഛൻ, ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കെ ഏലിയാസ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മറ്റ് ജനപ്രതിനിധികളെ, സഹോദരി സഹോദരങ്ങൾ, പരിശുദ്ധ സഭയുടെ വളരെ അഭിമാനമുള്ള ഒരു പ്രസ്ഥാനമാണ് പരിമലമാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളത്. കഴിഞ്ഞ 50-ലധികം വർഷങ്ങളായി വളരെ സ്തുത്യർഹമായ സേവനം സമൂഹത്തിന് കാഴ്ചവെക്കുന്ന ഈ സ്ഥാപനത്തെ വിഭാവനം ചെയ്ത കോലിയിൽ കുര്യാക്കോസ് അച്ഛൻ്റെ പ്രാന്തദർശിത്വത്തിനു മുമ്പിൽ എല്ലാ ഓർമ്മകളും ആശംസകളും നേരുകയാണ്. ഈ സ്ഥാപനം അഭിമന്യ ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഏറ്റെടുത്തതോടുകൂടെ ഇതിന് വേറൊരു മാനവും മുഖവും ഉണ്ടായി എന്നുള്ളത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, മലങ്കര സഭയ്ക്കും അറിയാം. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആരായിരുന്നുവെന്ന് സ്വാഗത പ്രസംഗകനും ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയും നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. 1967 മുതൽ വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പലായ സമയത്താണ് കോട്ടയത്തുള്ള ആളുകൾക്കെല്ലാം തിരുമേനിയെ ഒന്ന് പരിചയപ്പെടുവാനായിട്ടിടയായി. അഭിമന്യ കൂറിലോസ് തിരുമേനി എനിക്ക് മുമ്പേ സെമിനാരിയിൽ പഠിച്ചയാണ്. 73-ലാണ് ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ വരുന്നത്. അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഏലിയാസ് അച്ഛനും തിരുമേനിയെ കൂടുതലറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വേദശാസ്ത്രത്തിൻ്റെ പാരമ്യത്തിലോ ഒന്നും മറ്റ് പ്രസംഗകർ പറഞ്ഞതിന് അധികമായിട്ടൊന്നും പറയുവാനില്ല. ഞങ്ങളവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം പോൾ വർഗീസ് അച്ഛനായി. ഞങ്ങളുടെ 4-ാം വർഷമാണ് അദ്ദേഹം പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്നുള്ള നാമത്തിൽ തിരുമേനിയായി തീർന്നത്. അദ്ദേഹം അവിടെ താമസിക്കുന്നതായ കാലത്ത് ഞങ്ങളുടെ പഠനകാലത്ത് കണ്ട അനേക സംഭവങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിലും ഒരു സംഭവം മാത്രം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ
വിശേഷിപ്പിക്കുന്നത് ഓർമ്മിക്കുകയാണ്. വൈദിക സെമിനാരിയിൽ ക്ലാസുകളെടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തിരുമേനിയുടെ തിരക്കുകൾ കൊണ്ടും വളരെ കർശനമായും കാര്യക്ഷമമായും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും സ്പെയർ ടൈമായിട്ട് അല്ലെങ്കിൽ വിശ്രമ സ്ഥലമായിട്ട് തിരുമേനിക്ക് അധികമില്ല. വിദ്യാർത്ഥികൾക്ക് പോലും ഒരു പരിധി വിട്ട് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെയുള്ള പ്രത്യേക ബാഹുല്യമുള്ള ആളാണ്. എന്നാൽ ആ തിരുമേനി എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കുന്ന ഒരു സന്ദർഭം ഞാൻ കണ്ടിട്ടുണ്ട്. അത് സെമിനാരിയിൽ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ ഒന്നെങ്കിലും വീതം ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ ഒരു കുഞ്ഞിനെ കൊണ്ട് വരാറുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. അവർ നല്ല സുഖമുള്ള ഒരു സ്ത്രീയല്ല, മാനസികമായ ചില പ്രയാസങ്ങളുള്ള ഒരു സ്ത്രീയാണ്. എന്നാൽ അവർക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ടാണ് അവർ വരുന്നത്. ആ കുഞ്ഞിനെയും കൊണ്ട് ആ സ്ത്രീ വരുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും തിരുമേനിയെ കാണാൻ സാധിച്ചെന്നിരിക്കുകയില്ല. കാരണം തിരുമേനി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്. ഏതെങ്കിലും സമയത്ത് തിരുമേനിയോട് ഉള്ളപ്പോഴാണ് വരുന്നതെങ്കിൽ തിരുമേനി ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന് അവർ വന്നിട്ടുണ്ടെന്നുള്ളത് തിരുമേനി അറിഞ്ഞാൽ തിരുമേനി എല്ലാ ജോലികളും അവിടെ നിർത്തിവെച്ച് താഴെ ഇറങ്ങി വന്ന് ആ കുഞ്ഞിനെ കളിപ്പിക്കുകയും അതിനോട് കുശലപ്രശ്നങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു പതിവായി അനേക പ്രാവശ്യങ്ങൾ ഞങ്ങൾ 4 വർഷം അവിടെ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇങ്ങനെ ഒരു ബാലഭവനത്തിൻ്റെയും മറ്റും ചുമതല എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിശയിക്കാനൊന്നുമില്ല. കാരണം ലോക പ്രശസ്തി അങ്ങേയറ്റമുള്ള വേദശാസ്ത്രജ്ഞൻ, ആർക്കും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത ഔന്നത്യത്തിൽ നിൽക്കുന്ന വേദശാസ്ത്രത്തിൻ്റെ മഹാമേരുമായിരുന്ന അദ്ദേഹത്തിന് കുറേ സമയം പാവപ്പെട്ട ആളുകളോട് സംസാരിക്കാനായിട്ട് എത്ര തിരക്കുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് പോകുന്ന കാഴ്ച നേരിൽ കണ്ടവരാണ് ഞാനും പ്രധാനപ്പെട്ട ടി.ബി. എലിയാസച്ചനും ഒക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യദർശിത്വം ഈ സ്ഥാപനത്തിനുണ്ടായതോടുകൂടി ഈ സ്ഥാപനം വളരെയധികം മാറ്റപ്പെട്ടു. അത് പുതിയ ഒരു ദിശയിലേക്ക് വളരുവാൻ കാര്യമായി. പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് മാത്രമല്ല, അവർ സ്വയം സഹായം ഇല്ലാതെ സ്വയമായി വളരാൻ അവർക്ക് ആവശ്യമായിരിക്കുന്ന ട്രെയിനിങ് കൊടുക്കാനാണ് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. അപ്പോൾ അത്തരത്തിൽ തൊഴിൽ സാധ്യതകളുണ്ടാക്കി ഭാവി ജീവിതം അവർക്ക് തന്നെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ അതിന് സജ്ജരാക്കുക എന്നുള്ളതായ വലിയ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സ്ഥാപനം നടത്തിയത്. ഇന്നും അതിൻ്റെ പുതിയ സാന്നിധ്യത്തിൽ അഭിമന്യ ഗോറിലോസ് തിരുമേനി വന്നതോടുകൂടെ എല്ലാവർക്കും തിരുമേനിയുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ കാലഘട്ടത്തിന് ശേഷം ഇവിടെ തിരുമേനി അതിൻ്റെ ചുമതല എടുത്തതോടുകൂടെ വളരെ ക്രമീകൃതമായ രീതിയിൽ വളരെ സജ്ജമായ പരിപാടികളോടുകൂടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഭംഗിയായി നടക്കുന്നു എന്നുള്ളത് മലങ്കര സഭയ്ക്ക് മുഴുവനും അറിയാവുന്ന ഒരു സത്യമാണ്. എത്ര തിരക്ക് ബോംബെ ഭദ്രാസനത്തിലുണ്ടായിരുന്നാലും തിരുമേനിക്ക് അനേകം എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തും ഒക്കെ അനേകം കോൺഫറൻസുകളും മറ്റുമൊക്കെ സംബന്ധിക്കാനുണ്ട്. വളരെ ലോകവ്യാപകമായ ഒരു എക്യൂമെനിക്കൽ ശൃംഖലയുടെ ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും
തലക്കോട് ഒരു കാര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട TP ഇലിയാസ് അച്ഛനോ ഇതിനെ ബന്ധപ്പെട്ടവരോ തിരുമേനിയെ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് തിരുമേനി ഇതിനു വേണ്ടി വരുമെന്നുള്ളതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഏതാനും ദിവസങ്ങൾ മുമ്പാണ് ഞാൻ തിരുമേനിയായിട്ട് സംസാരിച്ചത്. അപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെയൊരു കാര്യമുണ്ട്, അതിന് വരും 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വന്നിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു ദിശയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റുവാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളത് കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. ഈ മുളന്തുരുത്തി പ്രദേശം അനുഗ്രഹീതമാകും നിശ്ചയമായിട്ടും. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്മരണാർത്ഥം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ചരമ ജൂബിലി സ്മരണാർത്ഥം നടത്തുന്നതായ പ്രോഗ്രാമുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ വീക്ഷണത്തിൽ ഉള്ള പ്രവർത്തന ശൈലികളായി വേദശാസ്ത്ര രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്തുന്ന പഠന കേന്ദ്രങ്ങളും അതുപോലെയുള്ള സമാനമായിരിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ആ പ്രതിച്ഛായ മാറ്റിയെടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തന ശൈലികളും ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അതിനുവേണ്ടിയുള്ള പ്രവർത്തന ശൈലികളുമാണ് ഇവിടെ രൂപപ്പെടുവാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ചാരിറ്റി പ്രോജക്റ്റുകളുടെ പ്രഖ്യാപനം നടക്കാനിരിക്കുന്നേ ഉള്ളൂ, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഒരു ആശംസ മറ്റൊന്നുമല്ല, ഈ മുളന്തുരുത്തി പ്രദേശം എന്ന് പറയുന്നത് ദാരിദ്ര്യരഹിത പഞ്ചായത്തായിട്ട് പ്രദേശമായിട്ട് വരുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇടയാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അതിന് ഇവിടെ നാനാവിധത്തിൽ പ്രയാസപ്പെടുന്നതായ അനേകരുണ്ട്. ഇവിടെ ഈ പഞ്ചായത്തിൽ അനേകം ആളുകൾ ഒരുപക്ഷെങ്കിൽ ഭവനങ്ങളില്ലാത്തവരുണ്ടാവും. അതുപോലെ തന്നെ രോഗികളായിരിക്കുന്ന ചികിത്സയ്ക്ക് പണമില്ലാത്തവരുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പ്രയാസപ്പെടുന്നതായ കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളതായ ആളുകളെ അകമഴിഞ്ഞ് സഹായിക്കാനും അവരുടെ ആവശ്യത്തിന് പരിപൂർണ സ്വാധീനം ചെലുത്തുവാനും കഴിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളരണം. അതാണ് മലങ്കര സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. രാഷ്ട്രത്തിൻ്റെ വളർച്ച, സഭയുടെ നിർമ്മിതി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏതാനും കെട്ടിടങ്ങൾ പണിയുന്നതും ഏതാനും കോൺഫറൻസുകളോ സെമിനാറുകളോ സിംപോസിയങ്ങളോ നടത്തുന്നതും ഒക്കെ ആണ് സഭയുടെ വളർച്ച എന്ന് ഒരു ഭാഗത്തുകൂടെ നമുക്ക് ചിന്തിക്കാമെങ്കിലും അതിനപ്പുറമായി സഭ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും ലോകത്തിൻ്റെ ഉപ്പാണെന്നും ഒക്കെ കർത്താവ് പറഞ്ഞത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സഭയിൽ നമ്മളെപ്പോലെ ആകുന്ന ആളുകൾ, ഇത് ലോകത്തിലുള്ള എല്ലാവരും നമ്മെപ്പോലെ തന്നെ എല്ലാ തരത്തിലും തുല്യരായി ജീവിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ സഭയുടെ മക്കൾക്കാർക്കും ഉറങ്ങുവാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തന ശൈലിയിലേക്ക് നമ്മൾ മാറണം. അതിനുള്ളതായിരിക്കുന്ന ആ ഒരു സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ആരും അതിനെക്കുറിച്ച് പ്രയാസപ്പെടേണ്ട. കാരണം ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് കണ്ടനാട് ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുമ്പോൾ 10-17 പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇന്ന് വരെയും ഈ പ്രോജക്റ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ ഒരു വർഷം ആവശ്യമാണ്. പക്ഷെ ഇന്ന് വരെയും പണത്തിൻ്റെ ദാരിദ്ര്യത്തിൽ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റും ഇന്ന് വരെ നടക്കാതിരുന്നിട്ടില്ല. പ്രവർത്തിക്കാനുള്ള ആളുകൾ ചിലപ്പോൾ കുറവായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നല്ല കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചാൽ ആളുകൾ അതിൽ സഹകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നലെ ഞാൻ പറയുകയുണ്ടായി, മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തൊരു സമ്മേളനം നടത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു 3 നേഴ്സിങ്ങിന് BSc നേഴ്സിങ്ങിന് ആളുകളുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാനൊരാളിന് 3 പേർക്കും പണം കൊടുത്തുകൊള്ളാം, 6 ലക്ഷം രൂപ വീതം 3 പേർക്കും ചിലവ് വരും പഠിക്കാനായിട്ട് അപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ തന്നോളാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന്
പോരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതിന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് മറ്റുള്ളവർ തന്ന ആ കൈവത്തിൽ നിന്ന് 75,000 രൂപ കൊടുത്ത ഒരാളിന് അഡ്മിഷൻ വാങ്ങിക്കൊണ്ടു. ഈ കാര്യം ഞാനോട് പറഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് ഞാൻ വെഞ്ഞാറമൂട് വന്നില്ല, തിരിച്ച് അതിന് മുമ്പേ ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു, ആ കുട്ടികളെ 6 ലക്ഷം രൂപയായി ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ കരുണയുടെ ഉറവുകൾ പറ്റിയിട്ടില്ല. ആ കരുണയുടെ ഉറവുകൾ ചാല് കീറാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ. അത് തയ്യാറായാൽ സുമനസ്സുകൾ ഇന്നും അവരുടെ സമ്പത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ തയ്യാറാകുന്ന അനേകം ആളുകളുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സാഹചര്യം ഉണ്ട് എന്നുള്ളതായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഉട്ടോപ്യനായിരിക്കുന്ന ഐഡിയ അല്ല പറഞ്ഞത്. പ്രായോഗികമായിട്ട് ഈ മുളന്തുരുത്തി പ്രദേശത്തെ ദാരിദ്ര്യരഹിതമായിരിക്കുന്ന പഞ്ചായത്താക്കുവാനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളോടൊപ്പം ഈ ചാരിറ്റബിൾ സൊസൈറ്റിയും പ്രവർത്തിച്ചാൽ അത് സുസാധ്യമാണെന്നുള്ളത് ഉറപ്പോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. അതിന് ഈ ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ ജൂബിലി പ്രോജക്റ്റുകളെല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അഭിമന്യ അധ്യക്ഷൻ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ബഹുമാനരായ ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ സിജു KK, റവറൻഡ് ഫാദർ ബിജു ഏലിയാസ് ഉൾപ്പെടെ ബഹുമാനരായ വൈദികരെ, വിശിഷ്ടാതിഥികളെ, ജനപ്രതിനിധികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കാലം ചെയ്ത പൗലോസ് മാർ ഗീവർഗീസ് ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്തയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ 25 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയുടെ മുമ്പിലൂടെ കൊണ്ടുപോയി. അന്ന് ഞാൻ അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിൽ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. പഴയ തലമുറയിലെ തൃപ്പൂണിത്തുറക്കാർക്ക് ഓളച്ചൻ എന്ന് വളരെ വാത്സല്യത്തോടും ആദരവോടും കൂടി പറയുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഇവിടെ പരിശുദ്ധ ബാബാത്തിന് വേണ്ടി സൂചിപ്പിച്ച പോലെ വളരെ ക്രാന്തദർശികത്വത്തോടുകൂടി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് വളരെയേറെ വലുതായി എന്നുള്ളത് സന്തോഷകരമാണ്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. കാലാവസ്ഥ വളരെ മോശം എന്ന് മാത്രമല്ല, നാളെ രാജ്യസഭാ ഇലക്ഷനാണ്. ഞങ്ങൾ ദൈവമായിട്ട് തോക്കും. എന്നാലും വോട്ട് ചെയ്യാൻ പോകാതിരിക്കാൻ പറ്റില്ല. രാവിലെ തിരുവനന്തപുരത്തെത്തണം. ഇന്ന് അതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വേണ്ടി പോകാനാണ്. ഞാൻ സാധാരണ രീതിയിൽ പാചകക്കാരനായിട്ട് പോകാറില്ല. പക്ഷെ ഇവിടെ 2 കാരണം കൊണ്ടാണ് പകരക്കാരനായി വരാൻ എനിക്ക് തോന്നിയത്. ഒന്ന്, പരിശുദ്ധ ബാവ തിരുമേനിക്കുള്ള അനുമോദന സമ്മേളനത്തിൻ്റെ ചടങ്ങ്. 2, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനായിട്ടാണ് വരുന്നത്. അതിൽ കൂടുതൽ അഭിമാനകരമായൊരു കാര്യം എനിക്കില്ല. അതുകൊണ്ടാണ് വരാൻ കാരണം. ഇവിടെ വന്ന് പരിശുദ്ധ ബാവ തിരുമേനിയെ അനുമോദിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന അധിപനായിരുന്ന അദ്ദേഹം കണ്ടനാട് പള്ളിയിൽ വെച്ച് കഴിഞ്ഞ മാസം ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചാരിറ്റി ഉണ്ടാവും. എല്ലാ കാര്യത്തിലും വിശക്കുന്നവരോടുള്ള ആർദ്രത, അവരോടുള്ള കരുണ അദ്ദേഹത്തിൻ്റെ എല്ലാ ചുവടുവെപ്പുകളിലും ഉണ്ടാകും. ആയിരക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഉച്ചഭക്ഷണം സൗജന്യമായി
വർഷങ്ങളോളം കൊടുത്തു. അങ്ങനെ അശരണരും അവശരും അനാഥരുമായ ആളുകളെ അവരോട് അത് ചേർത്ത് നിർത്താൻ അദ്ദേഹം ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതിനേക്കാൾ എനിക്ക് ആകർഷകമായി തോന്നിയൊരു കാര്യം, ഈ ഓർത്തഡോക്സ് സഭയിൽ പല പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ അതിലേക്ക് കിടക്കും, സഭയിലല്ല, സഭ കിടക്കുന്നില്ല, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ ഭാവം ഉൾപ്പെടെയുള്ള തിരുമേനിമാരുടെ എല്ലാം തെരഞ്ഞെടുത്തു തികഞ്ഞ ജനാധിപത്യ രീതിയിലാണ്. അത് മറ്റൊരു സഭയിലും ഉള്ള കാര്യമാണ്. അത് എനിക്ക് ഏറ്റവും, ഞാൻ അന്ന് വളരെ പ്രസംഗിച്ചു, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമാണ് 4000 പ്രതിനിധികൾ ഓൺലൈനിൽ വന്ന് ഐകകണ്ഠേന മറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അത്രയും ആളുകൾ പ്രതിനിധികളായി വന്നു ഒരു സഭയുടെ ഏറ്റവും ഹെഡായിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യപരമായ ഒരു പ്രക്രിയ അവലംബിക്കുന്ന ഒരു സമുദായവുമില്ല, ഒരു സഭകളുമില്ല. ഇപ്പോൾ കത്തോലിക്ക സീറോ മലബാർ സഭയുടെ അവരുടെ സിനഡ് തീരുമാനിക്കും, റോമിൽ നിന്ന് അംഗീകാരമാക്കും. അങ്ങനെയാണ് എല്ലാ സഭകളുടെയും. പക്ഷെ ഇത്രയും ജനാധിപത്യപരമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ പരിശുദ്ധ ഭാവിയെയും ബിഷപ്പുമാരെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായം അത് ഈ സഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വീകരണ ചടങ്ങിൽ ആ കടനാട് പങ്കെടുക്കാനും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോഴും വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യം ഞാൻ അവിടെ നിങ്ങൾക്കെല്ലാം അറിയാം, എന്നേക്കാൾ കൂടുതൽ ഏറ്റവും കുറച്ച് ആ കാര്യങ്ങൾ അറിയാവുന്ന ഞാൻ തന്നെയാണ്. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയും ഇതുപോലെ ബിഷപ്പില്ലാത്ത കേരളം സ്വപ്നം കണ്ട ഒരാളാണ്. ഇന്നലെ ഇന്നുമായിട്ട് പത്രത്തിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട്. കേരളത്തിന് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സ്ഥലം കേരളമാണ്, 1% താഴെ. അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബിഷപ്പില്ലാത്ത കേരളം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയതിൻ്റെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിന് ആ അംഗീകാരം കിട്ടിയത്. അഭിമന്യ പരിശുദ്ധ ബാവ തിരുമേനിയും ഇതുപോലെ ബിഷപ്പില്ലാത്തൊരു നാട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ സഭയ്ക്കും സമൂഹത്തിനും ഈ സംസ്ഥാനത്തിനും ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ബോംബെയിലുള്ള തിരുമേനിയാണ് പ്രവർത്തനം. അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗോള അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കട്ടെ. അതിലൂടെ നാടിന് കൂടുതൽ നന്മയും മനുഷ്യർക്ക് കൂടുതൽ ആശ്വാസവും വേദനിക്കുന്നവർക്ക് ആശ്വാസവും എല്ലാം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പല ചടങ്ങുകളും, കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തെ MLA ആണ് ഞാൻ. അതുകൊണ്ട് പലപ്പോഴും ഇവിടെ വരാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹം നേരിട്ട് ജീവിത അനുഭവങ്ങളുണ്ടായ ഒരാളാണ്. നമുക്കറിയാം, അദ്ദേഹം പത്രപ്രവർത്തനായിരുന്നു, തപാൽ വകുപ്പിലെ ജീവനക്കാരനായിരുന്നു, തപാൽ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായിരുന്നു. അങ്ങനെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും മനസ്സിലാക്കിയ ഒരാളാണ്. ഒരുപക്ഷെ തൊഴിലില്ലായ്മയുടെ പ്രയാസവും അദ്ദേഹം മനസ്സിലാക്കി കാണും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ITC തുടങ്ങിയത്. ITC ഇപ്പം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജാണ്, പല എഞ്ചിനീയറിംഗ് കോളേജും കൂട്ടി. എന്നാൽ ITC പാസ്സായവർക്കും ITA പാസ്സായവർക്കും എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പം എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത കണക്കാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാപനം ആരംഭിക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കാൻ തൃപ്പൂണിത്തുറക്കാരനായ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ ബാവ
തിരുമേനിക്കും ഈ സഭയ്ക്കും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും നേരുന്നു. എല്ലാവിധത്തിലുള്ള പുരോഗതിയും ഈ സഭയ്ക്കും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ സമർത്ഥമായ നേതൃത്വം കൊണ്ട് ഈ സഭ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അഭിനന്ദ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അഭിനന്ദ ഗീവറീസ് മാർ ഗുർലോസ് തിരുമേനി, പരിശുദ്ധ മോറാൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി, ഈ യോഗത്തിൽ പരിശുദ്ധ ബാബ തിരുമേനിയുടെ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തൊട്ടുമുമ്പ് കടന്നുപോയ കേരളത്തിന്റെ മുൻ സ്പോർട്സ് എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു MLA, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ MR രാജേഷ് അവർ, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ സിജു KK, വന്ധ്യ വൈദികനായ ശ്രീ വിജു ഏലിയാസ്, ശ്രീ ഫാദർ ഡോക്ടർ TP ഏലിയാസ് അവർ, ഫാദർ തോമസ് K ഏലിയാസ്, ഏറ്റവും നല്ലവരായ വിശ്വാസ സമൂഹമേ, വന്ധ്യ വൈദിക സമൂഹമേ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം പരിശുദ്ധ ബാബ തിരുമേനിയുടെ അദ്ദേഹവുമായി ഒപ്പം ഒരു സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാന ആരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പക്ഷെ ഒരു അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നില്ല. പ്രിയപ്പെട്ട ഏലിയാസ് അച്ഛൻ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത്. കാരണം ഞാൻ വരാനിരുന്നതല്ല, അപ്പ വന്ന് പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണ് ഇത്. പക്ഷെ അപ്പയുടെ അസാന്നിധ്യത്തിൽ എന്നെ അച്ഛൻ വിളിക്കുകയും ഞാനത് വരികയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അനുമോദന ചടങ്ങിൽ വന്ന് പങ്കെടുക്കുവാനും ബാബ തിരുമേനിയെ പറ്റി വാക്കുകൾ പറയുവാനും സാധിച്ചത്. തീർച്ചയായിട്ടും മലങ്കര സഭയ്ക്ക് ഇന്ന് സന്തോഷത്തിന്റെ ഒരു കാലഘട്ടം കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൗലോസ് ബാബ തിരുമേനിയുടെ നിര്യാണത്തിന് ശേഷം നമുക്കെല്ലാം വളരെയധികം ദുഃഖത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. എങ്ങനെയാണോ, ഏത് ആർജവത്തോടു കൂടിയാണോ അദ്ദേഹം ഈ സഭയെ, സമൂഹത്തെ നയിച്ചത്, അതിന് വലിയൊരു വിടവ് വന്നു. ഇനി ആര് എന്ന് ചോദ്യം വന്നപ്പോൾ നമ്മുടെ സഭ ഒറ്റക്കെട്ടായി മാത്യൂസ് തൃതീയൻ ബാബ തിരുമേനിയെ ആ നേതൃത്വം ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബാബ തിരുമേനിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് സാധാരണക്കാർക്ക് വേണ്ടി ഇവിടുത്തെ, അത് സഭ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് മൊത്തമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ തന്നെ കേട്ടു. ഈ നാട്ടിൽ പട്ടിണി ഉണ്ടാവാൻ പാടില്ല. ആ പട്ടിണി ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഒരേ മനസ്സോടെ എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞത്. അദ്ദേഹം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നല്ല പറഞ്ഞത്, സഭയ്ക്കോടൊപ്പം തന്നെ ഈ നാടിന് മൊത്തമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ വലിയ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയേറെ കരുത്ത് പകർന്നതാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ സൊസൈറ്റി, ഈ ചാരിറ്റബിൾ സൊസൈറ്റി ആ വാക്കുകൾ അക്ഷരം പ്രതി ഒരു ഉത്തരവായി അല്ലെങ്കിൽ ആജ്ഞ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും പക്ഷേ ആ വാക്കുകൾ ഇന്ന് മലങ്കര സഭയ്ക്ക് മൊത്തമായിട്ടുള്ള വാക്കുകളാണ്. അത് ഈ ഒരു സൊസൈറ്റി മാത്രം ഒതുങ്ങുന്നതല്ല. അത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വാക്കുകൾ തിരുമേനിയിലൂടെ വന്ന് ഈ ലോകത്തിന് മൊത്തം പ്രവർത്തിക്കണം എന്നുള്ള ക്രിസ്തുവിന്റെ വാക്കുകളിലെ മറ്റൊരു അനുകരണമായി ഞാനതിനെ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ സഭയെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇനിയും ചെയ്യുവാനുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുവാൻ പരിശുദ്ധ ബാബ തിരുമേനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓർക്കുന്ന പരിശുദ്ധ പിതാവാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. തീർച്ചയായിട്ടും തിരുമേനി 25 വർഷം മുമ്പ് നമ്മളെ വിട്ട് പോവുകയും ദൈവസന്നിധിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്ന സമയം നമ്മൾ ഓർക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹവും ഇതുപോലെ തന്നെ മഹത്തായ ഒരു വ്യക്തിത്വമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന ഒരു വട്ടം വരയ്ക്കുമ്പോൾ നമ്മുടെ ആ വട്ടം ചിലപ്പോൾ എൻ്റെ വീട്, എൻ്റെ സമൂഹം, എൻ്റെ നാട് എന്നുള്ളതായിരിക്കും. പക്ഷേ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒരു വട്ടം വരച്ചപ്പോൾ ആ വട്ടം തൃപ്പൂണിത്തുറയിൽ നിന്ന് തുടങ്ങി തൃപ്പൂണിത്തുറയിൽ അവസാനിച്ചു. പക്ഷേ അത് ലോകം ചുറ്റിയിട്ടാണ് മാത്രം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു വട്ടം അദ്ദേഹം വരച്ചപ്പോൾ തൃപ്പൂണിത്തുറയിൽ തുടങ്ങി തൃപ്പൂണിത്തുറയിൽ അവസാനിച്ചു. പക്ഷേ ആ വട്ടം വന്നത് ലോകം ചുറ്റിയിട്ടാണ്. അദ്ദേഹം ലോകത്തിലെ
ഒരു പൗരനായി പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അനുസ്മരണ പ്രസംഗം KM ജോർജ് അച്ഛൻ നടത്തുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മൾ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്? അങ്ങനെ ചെയ്യുവാൻ മഹത്തായ വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ നമുക്കെല്ലാം അനുഗ്രഹമായി തീരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമുക്കെല്ലാം മാതൃകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം നിലനിന്നു. മാത്രമല്ല അദ്ദേഹം സഭകൾ മാത്രമല്ല എല്ലാ മതങ്ങളുമായി നല്ല ബന്ധം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മതങ്ങളുമായി ദലൈലാമ ഉൾപ്പെടെയുള്ള വിശ്വ നേതാക്കളുമായി അടുത്ത ബന്ധം ഉണ്ടാകുകയും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വലിയൊരു പിതാവാണ്. ആ പിതാവിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എന്റെ ശിരസ് നമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. Thank you, Mr. Chandu. നമ്മുടെ ചോദ്യം ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദ്യ ദീവഗ്രീസ് മാർ കുറിലോസ് മെത്രോപൊലീത്ത, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രേഷ്ഠനായ കത്തോലിക്ക ബാവ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നമ്മുടെ നാട്ടിൽ നടത്തിയ ആർദ്രമായ സാമൂഹ്യ ഇടപെടലുകളുടെ ഒരു ആഴമേറിയ ഒരു പ്രസക്തിയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നേക്കുമായിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട അശരണരായ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിൻ്റെ സാധ്യതകൾ ഒരുക്കി കൊടുത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അത്താണിയായി മാറുവാനായിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ കഴിയുന്ന നിലയിൽ അവർക്ക് വേണ്ടത്ര പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനവും ഇതിനനുബന്ധമായി തുടങ്ങുവാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു നാടിൻ്റെ മനസ്സ് കീഴടക്കുന്നതെന്ന് വളരെ സുവ്യക്തമായി പ്രകടമാക്കാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ശ്രമങ്ങളുമായി, പുതിയ കാൽവയ്പ്പുകളുമായി നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായി പങ്കുവയ്ക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് കടന്നുപോയ പ്രതികൂലമായ സാഹചര്യങ്ങളെക്കുറിച്ച്, കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും എല്ലാം വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോയി. നമ്മുടെ നാട് വറുതിയിലേക്ക് കടന്നു പോകുമോ എന്ന് നമ്മൾ സംശയിച്ച നാളുകൾ. പക്ഷെ നമുക്കറിയാം, നമ്മുടെ നാട് ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാതെ, പട്ടിണിയിലാവാതെ കരുതലോടെ ഇടപെട്ടൊരു സർക്കാർ, ആ സർക്കാരിൻ്റെ കരുതലിൻ്റെ സ്പർശം മുഴുവൻ കുടുംബങ്ങളിലേക്കും എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കോവിഡ് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ വീടുകളിലും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു. ഇത് വരുമാനത്തിൻ്റെ പരിധികളില്ലാതെ മുഴുവൻ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കാനാണ്. അത് ഇനിയിപ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞമാണ്. ഒരു ദരിദ്രര് പോലുമില്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളത്തെ മാറ്റി തീർക്കാനായിട്ടുള്ള ഒരു യജ്ഞം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നീതി ആയോഗിൻ്റെ ഒരു സർവേ ഫലം, അത് നമ്മുടെ കേരളത്തെ ദരിദ്രരിലില്ലാത്ത വളരെ കുറഞ്ഞ ശതമാനമുള്ള നാടായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട് എല്ലായ്പ്പോഴും തിളക്കമാർന്ന നേട്ടത്തോടുകൂടി ലോകത്തിൻ്റെ നെറുകയിൽ
ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും അഭിമാനമായി മാറി നിലനിന്നിട്ടുള്ള സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കുറേ പതിറ്റാണ്ടുകളായി നടത്തി വന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നാണ്. ദരിദ്രരെ, അശരണരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തി സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ, എല്ലാവർക്കും തുല്യനീതിയും സാമൂഹ്യനീതിയും ഉറപ്പാക്കാൻ കഴിയുന്ന സാധ്യമായ എല്ലാ ഇടപെടലുകളും മാനവികതയുടെ, സ്നേഹത്തിൻ്റെ എല്ലാം വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മളത് കണ്ടു. ഇനി നമ്മൾ നടത്തുവാൻ പോകുന്ന ദരിദ്രരെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന പ്രക്രിയയുടെ തുടർച്ചയിൽ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനവും അവരവരുടേതായ വലിയ പങ്ക് വഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളുണ്ട് ഇനിയും സഹായിക്കേണ്ടത്. അങ്ങനെ സഹായിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാൻ, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ സ്ഥാപനത്തിന് കഴിയും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നും ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രേഷ്ഠനായ ബഹുമാനായ കത്തോലിക്ക ബാവ ആ പുതിയ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് പഞ്ചായത്തിൻ്റെ സ്വീകരണം നൽകാൻ അവസരം ലഭിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ പഞ്ചായത്തിനെ സന്ദർശിക്കാനായിട്ട് അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ആ യോഗത്തിലും പങ്കെടുക്കാൻ അവസരം തന്ന എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട്, എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ ഈ നാട് ആഗ്രഹിക്കുന്ന നിലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. എൻ്റെ അധ്യക്ഷൻ അഭിവന്ദ് ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പോലീത്ത, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ തിരുമേനി, വൈദിക ശ്രേഷ്ഠന്മാരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് ഈ തലക്കോട് എന്ന ഈ ചെറിയ ഗ്രാമം വളരെയധികം സന്തോഷകരമായ രീതിയിലാണ് ഇന്ന് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് ഈ തിരുമേനിയുടെ ഈ അനുമോദന സമ്മേളനം ഈ തലക്കോടിൽ വെച്ച് നടത്താനായിട്ടും അത് സംഘടിപ്പിച്ച സംഘാടകർക്കുള്ള പ്രത്യേക സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം കൂടി, സന്തോഷം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. പരിശുദ്ധ ഗ്രിഗോറിയസ് തിരുമേനിയുടെ പേരിലുള്ള ഈ ITCയിലെ 91-93 ബാച്ചിൽ പഠിക്കാനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനും മറ്റുള്ള ജീവിത രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ സ്ഥാപനം ഒരുപാട് എന്നെ സഹായം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുകയാണ്. ഞാൻ പറയാതെ, തിരുമേനിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ തിരുമേനി കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന സമയത്ത് ഏകദേശം 12ഓളം സംഘടനയുടെ നേതൃത്വം കഴിക്കുകയും അതിനുവേണ്ടി ആ തരത്തിൽ തന്നെ ആ സംഘടന വഴി ജനങ്ങളിലേക്ക് പ്രത്യേക സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ സേവനം കൊടുക്കുകയല്ല ചെയ്തത്, സമൂഹത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള സാമൂഹ്യ സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പ്രതീക്ഷ, പ്രത്യാശ പോലുള്ള സംഘടനകൾ അതിൽ ചെറുത് മാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത, അദ്ദേഹം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ കാര്യമാണ്. കാരണം നമുക്കറിയാം ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എത്തുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ആ ഒരു അവസ്ഥ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വാക്കുകൾ സൂചിപ്പിച്ചു. പട്ടിണിയില്ലാത്ത ആളുകൾ ഇവിടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്, അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി പറയുക മാത്രമല്ല, ഈ മുളന്തുരുത്തി, മൂവാറ്റുപുഴ തുടങ്ങിയ ഹോസ്പിറ്റലെല്ലാം ഉച്ചഭക്ഷണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാനവികതയുടെ ഏറ്റവും മഹത്തായ മുഖമായിട്ട് അദ്ദേഹം മാറിയത് കൊണ്ടാണ് ഇന്നൊരു പ്രബല സമൂഹത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ സമയത്ത് അദ്ദേഹത്തിന് ആ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് മാനവികതയുടെ പുതിയ മുഖങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ജാതിമത വിശ്വാസമില്ലാതെ എത്തിച്ചേർക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള എല്ലാവിധ ആശംസകളോടെ ഈ യോഗത്തിന് എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈശ്വനാമം പൂജിതമായി തീരട്ടെ. പരിശുദ്ധ ബാബ തിരുമേനി, അഭിവന്ദ്യ ഉർലൂസ് തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ,
ഈ സ്ഥാപനത്തിനെ മറക്കുവാൻ സാധിക്കാത്ത മഹൽ വ്യക്തിയായിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി മകൻ ചാണ്ടി ഉമ്മൻ ഈ വാചകം പറയുവാൻ കാരണം 1979 ITI തുടങ്ങുന്നു. അത് തീരുമാനത്ത് കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ITIക്ക് അഡ്മിഷൻ അംഗീകാരം കിട്ടുവാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും പോകണം. ഞാനതിന് പോവുകയില്ല, പറ്റിയ ആളെ കണ്ടുപിടിച്ചുകൊള്ളണം. ആ സമയത്താണ് PC അച്ഛൻ തിരുമേനിയെ കാണുന്നത്. തിരുമേനി പറഞ്ഞു, ഈ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുവിനോട് പറഞ്ഞാൽ കുഞ്ഞു ചെയ്തു തരും. കാരണം അന്ന് ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞയാൾ ഗവൺമെൻറ്റിലെ സ്വാധീനമുള്ളതായ ഒരു സ്ഥാനത്തേക്ക് MLA മാത്രമല്ല, അദ്ദേഹത്തെ പോയി കാണുവാനായിട്ടെന്ന് പറഞ്ഞു. ആലമ്പുള്ളിയിലുള്ള ജംഗ്ഷനിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴാണ് PC അച്ഛൻ എന്നെ കൂട്ടിയിട്ട് പോകുന്നത്. കണ്ണും കൈയും കാണിച്ചു. സഹോദരൻ്റെ പിതാവ് അടുത്തു വന്നു. അച്ഛ എന്നാ കാര്യം എന്ന് ചോദിച്ചു. യൂസിനെ പറഞ്ഞു വിട്ടതാണ്. ഇവന് പറഞ്ഞു വിട്ടുന്ന കാര്യം, ഇങ്ങനൊരു കാര്യം പറയുവാനായിട്ടുണ്ട്. അന്നത്തെ തൊഴിൽ മിനിസ്റ്ററായിരുന്നു രാവൻ. അവിടെ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു വന്നു. ഈ മൊട്ടക്കുന്ന് ഇന്ന് പൂങ്കാവനമായി തീരാൻ കാരണം അങ്ങയുടെ പിതാവ് മാത്രമാണ്. വളരെയധികം ബഹുമാനവും ആദരവുമുണ്ട്. അദ്ദേഹത്തിനെ പറ്റിയിരിക്കുന്ന ഈ അസുഖത്തിന് പൂർണ്ണമായി ഉയർത്തിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. ഞങ്ങൾ വളരെ വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ച ചാണ്ടി ഉമ്മൻ അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നാം മൂത്തപ്പെട്ട് ഈ പോകാം. രണ്ടാമത്തെ കാര്യം പറയുവാനായിട്ടുള്ളത്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ അദശ്യ പോരാട്ടം എന്നുള്ളൊരു പുസ്തകത്തിൻ്റെ 3 പേർക്ക് കൊടുക്കുവാനായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് കൊടുക്കേണ്ട ഉമ്മൻചാണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനിക്കും ഉമ്മൻചാണ്ടിക്കും ജോയ്സ് തോട്ടയ്ക്കാണ് കൊടുക്കുവാനായിട്ട് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ ചെറിയാനയ്യപ്പൻ ആവശ്യപ്പെടുകയുണ്ടായി. നമ്മൾ ഇതുവരെയും ഈ സ്ഥാപനത്തിന് മറക്കാൻ പറ്റാത്തതായ വേറൊരു വ്യക്തിയാണ് ഡോക്ടർ ചെറിയാനയ്യപ്പൻ. റോയ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ കാലിഫോർണിയയുടെ പ്രസിഡന്റായിരിക്കുന്ന ഡോക്ടർ ചെറിയാനയ്യപ്പൻ ഡോക്ടർ പൗലോസ് മറിയൂസിയുടെ ഉറ്റ സുഹൃത്താണ്. 1999 വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ സെന്റ് മേരീസ് ബോയ്സും തമ്മിലുള്ള ധനസഹായം നിർത്തിയ സമയത്ത് വലിയ പ്രതിസന്ധിയിലായി. ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കപ്പെട്ടു. ആ സമയത്ത് വിരോസിയമ്മയുടെ സുഹൃത്തായിരിക്കുന്നതായ റോയി ഡോക്ടർ ചെറിയാനയ്യപ്പൻ അമേരിക്കയിലും റഷ്യയിലും വളരെയധികം ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ബിസിനസ് നടത്തിയിരിക്കുന്ന ആ മാന്യദേഹം ബോയ്സ് വുമന് ധനസഹായം ഏറ്റെടുത്തു. അന്ന് തൊട്ട് 22 വർഷക്കാലം ഈ ബോയ്സ് വുമൻ്റെ ദൈനംദിന നിലവിലുള്ളതായ സാമ്പത്തിക സഹായം ഈ വലിയ മനുഷ്യനെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ദൈവം തളരാതെ ഈ സ്ഥാപനത്തെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം വരുന്ന സമയത്ത് ബാബാ തിരുമേനിയെ പോലെയും ഗുരുസിമിനെ പോലെയും ലവർ ഓഫ് ചിൽഡ്രൻ ആയിരുന്നു എങ്കിൽ ദൈവം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ വരുമ്പോൾ മാസം തോറുന്ന രൂപയെ കൂടാതെ കുറേ അധികം മിഠായിയുമായിട്ട് വരും, കുഞ്ഞുങ്ങളുമായിട്ട് അടുത്ത് ഇൻട്രാക്ട് ചെയ്യും. ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നതായ ഒരു 3-4 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു സാധകൻ്റെ സഞ്ചാരം, മാർ അപ്രേമിൻ്റെ സങ്കീർത്തനം, ഫിലോക്കാരിയ 5 വോളയങ്ങൾ ലോകം മുഴുവനും സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. അതൊരു പുസ്തകമാണ് അദശ്യ പോരാട്ടം. നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ബാബാ തിരുമേനിക്ക് പ്രിയങ്കരമായ തിരുമേനി ഉന്നത വിദ്യാഭ്യാസം നടത്തിയുള്ള റഷ്യയിലുള്ളതായ ഒരു മൊണാസ്ട്രിയിലെ ഒരു ലോറൻസോസ് ഊപ്രി എന്ന് പറഞ്ഞതായ ഒരു മൂല്യഗ്രന്ഥകാരൻ ആണ് ഈ പുസ്തകം എഴുതിയത്. ഇറ്റാലിയൻ ഭാഷയിലായിരുന്നു, ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നീട് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. നിക്കോദീമോസും തെയോഫാൻ ലിക്കൂസും വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്തു. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഡോക്ടർ ചെറിയാനയ്യപ്പനാണ്. അക്ഷരലോകത്ത് അദശ്യ പോരാട്ടം എന്നുള്ളതായ വലിയൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥം കൊടുക്കുവാനായിട്ട് മിസ്റ്റർ ബാബാ തിരുമേനിക്ക് കൊടുക്കണമെന്ന് കുളോസിമേന് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് നൽകണമെന്ന് പറഞ്ഞു. ജോയിസ് തോട്ടയ്ക്കാട്, കാരണം തിരുമേനിയുടെ പുസ്തകങ്ങൾ മുഴുവനും വെളിച്ചം കാണുവാനായിട്ട് സോഫിയ ബുക്സിലെ അമരക്കാരനായ ജോയിസ് തോട്ടയ്ക്കാടാണ് ചെയ്തിട്ടുള്ളത്. ജോയിസ് തോട്ടയ്ക്കാടിനെ ഒന്ന് ആദരിച്ചുകൊണ്ട് ഈ പുസ്തകം കൊടുക്കുവാനായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഇവിടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മൂത്തപ്പെടട്ടെ.
ഇപ്പോൾ അദൃശ്യ പോരാട്ടം എന്ന പുസ്തകം പരിശുദ്ധ കാതോലിക്ക ബാബയ്ക്ക് പ്രസിഡന്റ് അഭിമന്യ യൂറിസ് മാർ കൂർലോസ് തിരുമേനി നൽകും. ജോയ്സ് തോട്ടക്കാടിന് അടുത്ത പുസ്തകം നൽകും. താങ്ക് യു തിരുമേനി. ആതുര സേവന രംഗത്തും ഭൗതിക തലത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ രജത ജൂബിലി പ്രമാണിച്ച് കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന സമർത്ഥരായ 3 വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡ് സമ്മാനിക്കുന്നതിന് പരിശുദ്ധ കാതോലിക്ക ബാബയെ സവിനയം ക്ഷണിക്കുന്നു. ജിഷ്ണു ഷാജി, MBBS 4th year സ്റ്റുഡന്റ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം, ഈ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഗ്രീഷ്മ ഫ്രൻസി, MBBS 2nd year, ജിഷ്ണു ഷാജി ഈ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഗ്രീഷ്മ ഫ്രൻസി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS-ന് 2ാം വർഷം പഠിക്കുന്നു. സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. വിഷ്ണു CC ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS-ന് പഠിക്കുന്നു. ഈ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. പരിശുദ്ധ കാതോലിക്ക ബാബയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതോടനുബന്ധിച്ച് തന്നെ BSc നഴ്സിംഗ് പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾക്കും B.Ed-ന് റാങ്ക് വാങ്ങി M.Ed-ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡ് നൽകുന്നതിനായി അഭിമന്യ ഗീവറീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തായെ ക്ഷണിക്കുന്നു. ആഷ ജോയി, BSc നഴ്സിംഗ് 1st year, നിർമ്മല മെഡിക്കൽ കോളേജ് മൂവാറ്റുപുഴ. അലീന ബെന്നി, BSc നഴ്സിംഗ്. ഗ്ലൈസി തോമസ്, BSc നഴ്സിംഗ്. ഡിനു ജോൺ, B.Ed-ന് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ MG യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് വാങ്ങിയ ഇപ്പോൾ M.Ed-ന് പഠിക്കുന്ന ഡിനു ജോണിന്റെ അമ്മയോട് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അഭ്യർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിയുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലെ സമർത്ഥനായ വിദ്യാർത്ഥിക്കുള്ള വില്ലി ജോൺ ഡാനിയൽ അവാർഡും ഫാദർ KT ഫിലിപ്പ് എൻഡോമെന്റ് അവാർഡും ഇപ്പോൾ നൽകുന്നത് ബോയ്സ് ഹോമിലെ സമർത്ഥനായ വിദ്യാർത്ഥി അഭിജിത്ത് അനിയനാണ്. ഈ അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ചോറ്റാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് നൽകുന്ന മറിയം ഡാനിയൽ അവാർഡ് വാങ്ങുന്നതിന് അക്സ P വർഗീസിനെ ക്ഷണിക്കുന്നു. അക്സ P വർഗീസ്. സുനിൽ ഗ്രിഗറി ഡാനിയൽ അവാർഡ് MGITയിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഫിറ്റർ ഗ്രേഡിലെ LB മാത്യു. ഈ അവാർഡ് നൽകുന്നത് വാർഡ് മെമ്പർ സിജു KK. LB മാത്യു. ഫിറ്റർ ഗ്രേഡിലെ പ്രവീൺ മോഹന് അടുത്ത അവാർഡ് നൽകുന്നു. പ്രവീൺ മോഹൻ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഈ അവാർഡ് നൽകുന്ന ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് വന്യ ഡോക്ടർ TP എലിയാസച്ചൻ. അവാർഡ് ദാന ചടങ്ങ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നു. സിൽവർ ജൂബിലി സ്കോളർഷിപ്പ് ചാരിറ്റബിൾ പ്രൊജക്ട് സംബന്ധിച്ച് റവറൻഡ് ഫാദർ വിജു ഏലിയാസ് ഇപ്പോൾ വിശദീകരിക്കുന്നു. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ ചരമ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പരിമല മാർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ വർഷം മുതൽ ആരംഭിക്കുന്ന പ്രൊജക്റ്റാണ് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ഭവനങ്ങളിൽ ശുശ്രൂഷിക്കുന്ന മാതാപിതാക്കൾക്ക് കൈത്താങ്ങൽ നൽകുന്ന ഒരു പദ്ധതി പുതുതായിട്ട് അഭിമന്യ പിതാവിൻ്റെ സ്മരണയ്ക്കായി, ജൂബിലി ആഘോഷങ്ങളുടെ സ്മരണയ്ക്കായി പ്രത്യേകമായിട്ട് ആരംഭിക്കുവാൻ ട്രസ്റ്റിൻ്റെ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്.
ഭിന്നശേഷിക്കാരായ ആദ്യമായി ആരംഭിക്കുന്നത് ചോറ്റാനിക്കര, മുളന്തുരുത്തി, തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ളിൽ താമസിക്കുന്ന ഭിന്നശേഷിക്കാരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും അതിന് ബന്ധപ്പെട്ട ആശാപ്രവർത്തകരും ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് രൂപം കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ തൊഴിൽരഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള ഒരു തൊഴിൽ പരിശീലനം പ്രത്യേകമായി ഇവിടെ സംഘടിപ്പിക്കുകയും അത് നടത്തുവാൻ അവർക്ക് സ്ഥലമില്ലെങ്കിൽ അതിനുള്ള സ്ഥലം സൗജന്യമായി ഇവിടെ നിന്ന് നൽകുകയും അത് പ്രത്യേകമായി വിൽപ്പന നടത്തുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർക്ക് സ്വന്തമായി വരുമാനം കണ്ടുപിടിച്ച് മാന്യമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതി പ്രത്യേകമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു പദ്ധതി ഇപ്പോൾ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ടും അഭിമന്യ പൗലോസ് തിരുമനസ്സുകൊണ്ടും ഇപ്പോൾ നടപ്പാക്കി. അഭിമന്യനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി വിദ്യാഭ്യാസപരമായ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് MBBSന് പഠിക്കുന്ന മെറിറ്റിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക ധനസഹായം നൽകി അത്തരമൊരു പദ്ധതി വീണ്ടും അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തുടർന്നുകൊണ്ടു പോകുവാൻ വേണ്ടിയിട്ട് ഈ ട്രസ്റ്റ് ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ആരും അത് നടത്താതിരിക്കുവാൻ ഇടയാകരുത് എന്നുള്ള ഒരു താല്പര്യം പ്രത്യേകമായിട്ട് അഭിനന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ ട്രസ്റ്റ് ആഗ്രഹിച്ച് നടപ്പാക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു സ്വീകരണ യോഗത്തിൽ പറയുകയുണ്ടായി. പരിശുദ്ധനായ പൗലോസ് കാതോലിക്ക ബാവ തിരുമേനി ഓരോ വർഷം 2.5 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് MBBSന് പഠിക്കുവാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. തിരുമേനി കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പരിശുദ്ധ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സിന്റെ അടുക്കൽ ആ കുട്ടി വന്ന് ആവശ്യപ്പെട്ടു. തിരുമേനി അത് കൊടുക്കാമെന്ന് പറഞ്ഞുവെന്ന് ഇടുക്കിയിൽ വെച്ച് നടത്തിയ ഒരു യോഗത്തിൽ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് പറഞ്ഞത് ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. നിരവധി ആളുകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് സാധിക്കാത്ത രീതിയിൽ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകമായിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്മാരകമായി വരിക്കൂരിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ഗ്രിഗോറിയൻ ഡയാലിസിസ് സെന്ററിൽ കൂടുതൽ മെഷീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയാലിസിസ് പദ്ധതി വിപുലീകരിക്കുവാൻ ഈ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 2 മെഷീൻസ് ഈ സെന്ററിന് സൗജന്യമായി തന്നത് CBJ ഫൗണ്ടേഷനാണ്. പ്രിയപ്പെട്ട ശ്രീ ജോർജ് പോളിന്റെ താല്പര്യത്തിലാണ് പ്രത്യേകമായിട്ട് 2 മെഷീനുകൾ ഗ്രിഗോറിയൻ ഡയാലിസിസ് സെന്ററിന് നൽകിയത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ വളരെ ദീർഘനാളുകളായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ചെറിയാനീപ്പൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഇലിയാസിന് മുമ്പ് സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിസ്സീവമായിട്ടുള്ള സഹകരണം ഈ സ്ഥാപനത്തിന് എന്നും കൈത്താങ്ങലായിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ സമയം റഷ്യയിലും കാലിഫോർണിയയിലുമാണ് ജീവിക്കുന്നത് എങ്കിലും പരിശുദ്ധ പിതാക്കന്മാരുമായി, പരിശുദ്ധ സഭയുമായി, അതിനേക്കാളപ്പുറമായി ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു ഒറ്റ ആരാധകനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അദ്ദേഹം പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു ചിത്രം ലേഖനം ചെയ്ത് എല്ലാവർക്കും നൽകുവാനായിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് അത് നൽകണമെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഇത്തരം പദ്ധതികൾ ഈ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളുടെ നിസ്സീവമായിട്ടുള്ള സഹകരണം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും കരുതൽ കൊണ്ടുമാണ് നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു അച്ഛൻ. മഹത്വപ്പെടട്ടെ. പരിശുദ്ധ പിതാവ് വന്യ തിരുമേനി, എല്ലാ വൈദികർക്കും വിശിഷ്ടാതിഥികൾക്കും എല്ലാവർക്കും സ്നേഹവന്ദനം. ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. ലോകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിത്വം. കേരളത്തിൽ പലപ്പോഴും അത്ര അറിയപ്പെടാതെ പോയി എങ്കിലും ഈ മണ്ണ് അദ്ദേഹത്തിൻ്റെ ചോരയും നീരും വിയർപ്പും എല്ലാം ആവാഹിച്ച മണ്ണാണ്. ഈ മണ്ണിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണല്ലോ എൻ്റെ കർത്തവ്യം.
ഈ ജൂബിലി മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഈ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത ബോംബെയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും കൃത്യമായി മാസത്തിൽ ഒരിക്കൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരിക്കലെങ്കിലും ഇവിടേക്ക് വന്ന് ഇതിന്റെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നെടുനായകത്വം വഹിക്കുന്ന അഭിവന്യ പിതാവിന് ഈ യോഗത്തിന്റെ പേരിൽ തൃപ്പാദങ്ങളിൽ നന്ദി അർപ്പിക്കുന്നു. കേരളത്തിൽ ജീവകാരുണ്യ രംഗത്ത് പ്രസന്നമായ മുഖമുദ്ര പതിപ്പിക്കുന്ന മലങ്കരയുടെ മഹിതാചാര്യൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിന്റെ തൃപ്പാദങ്ങളിൽ ഈ യോഗത്തിന്റെ ഏറ്റവും ആദരവോടെ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അനാരോഗ്യം മൂലം അവസാന നിമിഷത്തിൽ മാത്രം അദ്ദേഹത്തിന് സാധിക്കാതെ പോയെങ്കിലും ഈ ദേശത്തോടും ഈ സ്ഥാപനങ്ങളോടും ഏറെ സന്തോഷവും സഹകരണവും പുലർത്തുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകളോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലേക്ക് ഇവിടെ വന്ന ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജന്മനാശം ഉൾക്കൊള്ളുന്ന തൃപ്പൂണിത്തുറയുടെ MLA ആദരണീയനായ കെ ബാബുവിനോടുള്ള നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ശ്രീ ചാണ്ടി ഉമ്മനോടും ഈ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് MR രാജേഷിനോടും ഈ വാർഡിന്റെ ചെറുചെറുക്കുള്ള മെമ്പർ ആദരണീയനായ സിജു കെയോടുമുള്ള എല്ലാ നന്ദിയും ഇത്തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ നിരവധിയുണ്ട്. ഈ മഴയത്തും പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും മഴ നനഞ്ഞിട്ടും ഒത്തിരിയൊന്നും മാറിയെടുക്കാതെ വൈകിയ വേളയിലും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ഈ സ്ഥാപനത്തോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ ആദരവുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരോടും ഒറ്റ വാക്കിൽ എൻ്റെ ഈ ട്രസ്റ്റിൻ്റെയും ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് അരങ്ങിലും അണിയറയിലും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ഇതിനെ താങ്ങി നടത്തുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ത്രിമൂർത്തികളുണ്ട്, 3 വൈദികര്. ഫാദർ ഡോക്ടർ TP ഏലിയാസ് ആദ്യകാലം മുതൽ എൻ്റെ പ്രവർത്തകൻ. മറ്റ് 2 ഏലിയാസ് അച്ഛന്മാര് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ഫാദർ ബിജു ഏലിയാസ്, ഇപ്പം നമുക്ക് നന്ദി പറഞ്ഞ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ഏലിയാസ്, ഇവർ 3 സജീവമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഡോക്ടർ ചെറിയാനിപ്പൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഇതിനെ താങ്ങി ഉയർത്തി നിർത്തി ഇന്നും അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീ ഷാജി മലയിൽ വളരെ വർഷങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം വഹിച്ചെടുക്കുന്നു. ഇന്നും അത് തുടരുന്നുണ്ട്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ശ്രീ ജോയ് പി ജേക്കബ് ഉൾപ്പെടെ വളരെ തിരക്കുള്ള അതേസമയത്ത് ആവശ്യമുള്ളപ്പോൾ എല്ലാം ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് കടന്നു വരുന്ന ഒരുപിടി ആളുകൾ ഇതിന്റെ ബോർഡ് മെമ്പേഴ്സായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇവരുടെ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തകളും ആലോചനകളും വിശിഷ്ടമായിട്ടുള്ള തീരുമാനങ്ങളുമാണ് ഈ സ്ഥാപനം അനുഗ്രഹകരമായിട്ട് വേർതിരിക്കപ്പെടുന്നത്. ഈ പഞ്ചായത്തിൻ്റെയും ഈ മേഖലയുടെയും ജനപ്രതിനിധികളുമൊക്കെ അവരുടെ സ്വന്തം കാര്യം പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു. കടപ്പാട് സൂചിപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദീപാനിക്ക്